കാട്ടുപോത്തുന്നാണ് വിപിൻ ചേട്ടൻ പറയാ, കാട്ടീന്നാണ്. ശരിക്കും എങ്ങനെ ഇത് ശരിക്കും എന്താ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ഒരു മത്സരം അവിടെ ഉണ്ട്. കാട്ടുപോത്തെന്ന് പറയുന്നവരുണ്ട്, അല്ല കാട്ടീന്ന് വിളിക്കുന്നുണ്ട്. ഇതിനാണ് ശരിക്കും എന്താ അതിന്റെ ഒരു കാര്യം എന്താ? കോളിഞ്ചേട്ടനാണ് കാട്ടി. എനിക്കൊന്ന് മലപ്പുറമായി ഏരിയയിലൊക്കെ കാട്ടീന്ന് വിളിക്കുന്നവരുണ്ട്, കാട്ടുപോത്തെന്ന് വിളിക്കുന്നവരുണ്ട്. ശരിക്കും എന്താ വിളിക്കേണ്ടത് നമ്മള്? ശരിക്കും നമ്മളെ പണ്ട് മുതലേ പഠിപ്പിച്ചു വന്നത് കാട്ടുപോത്ത് എന്ന് തന്നെയാണ്. വൈൽഡ് ഗൗറിനെ കാട്ടുപോത്ത് എന്ന് പഠിപ്പിച്ചു വന്നു. അതിലൊരു മിസ്റ്റേക്ക് ഉള്ളത്, നമുക്ക് നാട്ടിലുള്ള പോത്ത്, അതായത് ബഫല്ലോ, നമ്മുടെ നാട്ടിലുള്ള വാട്ടർ ബഫല്ലോയെ നമ്മൾ പോത്ത് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും വൈൽഡ് വാട്ടർ ബഫല്ലോയെ കാട്ടുപോത്ത് എന്ന് പറയണം. പക്ഷെ നമ്മുടെ നാട്ടില് വൈൽഡ് വാട്ടർ ബഫല്ലോ ഇല്ല. ആസാം ഏരിയയിലും അതുപോലെ തമിഴ്നാട്ടിലെ ചില ഫോറസ്റ്റില്, ഇപ്പൊ കലക്കാട് നാഷണൽ പാർക്കില്, പിന്നെ അതുപോലെ ചില ഏരിയകളിൽ ഉണ്ട് എന്ന് പറയുന്നു. കേരളത്തിലും പണ്ട് മുതൽ ചില കാടുകളിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ അതിന് വ്യക്തമായിട്ടുള്ള തെളിവൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കാടുകളിലില്ല, നാച്ചുറലി നമ്മുടെ കാടുകളിലില്ല. അപ്പൊ നമ്മുടെ കാടുകളിലുള്ള സാധനം വൈൽഡ് ഗൗറാണ്. വൈൽഡ് ഗൗർ ഈ ബഫല്ലോയുടെ ഇനത്തിൽപ്പെട്ട ജീവിയല്ല. അപ്പൊ ഇതിനെ തൽക്കാലം കാണാൻ ഒരു പോത്തിന്റെ ലുക്കൊക്കെ ഉണ്ട്. എന്നാ പിന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ കാട്ടുപോത്ത് നമ്മൾ പണ്ട് മുതലേ വിളിച്ചു വന്നു. പക്ഷെ ശരിക്കുള്ള കാട്ടുപോത്ത് എന്ന് പറയുന്ന വൈൽഡ് വാട്ടർ ബഫല്ലോ ആസാം ഏരിയകളിലാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കാട്ടി പക്ഷക്കാർ പറയുമ്പോ അവിടെ ഉള്ളതിനെ കാട്ടുപോത്ത് എന്നും ഇവിടെ ഉള്ളതിനെ പിന്നെ വേറെ പേര് വിളിക്കണമല്ലോ. കാട്ടി എന്ന് വിളിക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ പിന്നെ പൊതുവെ മലബാർ ഏരിയയിലും അതുപോലെ പാലക്കാട് ചില ഏരിയകളിലുണ്ട്, തിരുവനന്തപുരത്തും അങ്ങനെ കോമൺ ആയിട്ട് വിളിച്ചു വന്ന ഒരു പേര് കാട്ടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്താ കാട്ടി കിടക്കട്ടെ.